നാടിനെ വിറപ്പിച്ച റിപ്പർ ചന്ദ്രൻ കേസിലെ നിർണായക ദൃക്സാക്ഷിയെ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ പോലീസ് അന്വേഷണം ഊർജിതമാക്കി. കേസിലെ പ്രധാന ദൃക്സാക്ഷിയായിരുന്ന കാസർഗോഡ് മഞ്ചേശ്വരം വാമഞ്ചൂർ സ്വദേശി ബാലചന്ദ്രനെയാണ് സ്വന്തം വീടിനകത്ത് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. റിപ്പർ ചന്ദ്രനെ തൂക്കിലേറ്റാൻ നിർണായകമായത് ബാലചന്ദ്രന്റെ മൊഴിയാണ്. നാടിനെ വിറപ്പിച്ച റിപ്പർ ചന്ദ്രൻ കൊലക്കേസിലെ പ്രധാന ദൃക്സാക്ഷിയായിരുന്ന ബാലചന്ദ്രനെ കഴിഞ്ഞ ദിവസമാണ് സ്വന്തം വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മഞ്ചേശ്വരം വാമഞ്ചൂർ ചെക്ക് പോസ്റ്റ് ശാസ്താ ക്ഷേത്രത്തിന് സമീപത്തെ വീട്ടിലാണ് സംഭവം. 3 ദിവസമായി ഫോൺ എടുക്കാത്തതിനെ തുടർന്ന് മംഗളൂരുവിൽ താമസിക്കുന്ന സഹോദരി ശശികല ബുധനാഴ്ച വൈകുന്നേരം വീട്ടിലെത്തി പരിശോധിക്കുമ്പോഴാണ് മൃതദേഹം കണ്ടെത്തിയത്. വീട് അകത്തുനിന്ന് പൂട്ടിയ നിലയിലായിരുന്നു. തുടർന്ന് പോലീസിനെ വിവരം അറിയിക്കുകയും പോലീസ് സ്ഥലത്തെത്തി ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം മോർച്ചറിയിലേക്ക് മാറ്റുകയും ചെയ്തു. പരേതരായ നരസപ്പയ്യ ഹന്ത്യയുടെയും ഇന്ദിരാ ഹന്ത്യയുടെയും മകനാണ് ബാലചന്ദ്രൻ. പ്രദേശത്തെ ക്ഷേത്രത്തിൽ പൂജാരിമാരുടെ സഹായിയായി ജോലി ചെയ്തു വരികയായിരുന്നു. 1985 നാടിനെ ഞെട്ടിച്ച വാമഞ്ചൂർ ഇരട്ടക്കൊലപാതക കേസിൽ ബാലചന്ദ്രൻ നൽകിയ മൊഴിയാണ് റിപ്പർ ചന്ദ്രന് വധശിക്ഷ വിധിക്കാൻ നിർണായകമായത്. അന്ന് 13 വയസ്സുകാരനായിരുന്ന ബാലചന്ദ്രൻ സ്വന്തം പിതാവിനെയും ജോലിക്കാരനെയും റിപ്പർ ചന്ദ്രൻ കൊലപ്പെടുത്തിയ സംഭവത്തിന്റെ ദൃക്സാക്ഷിയായിരുന്നു. വീട്ടിൽ കയറി ചുറ്റിക കൊണ്ട് തലയ്ക്കടിച്ച് നരസപ്പയ്യ ഹന്ത്യയെയും ജോലിക്കാരനായ വിശ്വനാഥനെയും റിപ്പർ ചന്ദ്രൻ കൊലപ്പെടുത്തുകയായിരുന്നു. മാതാവ് ഇന്ദിരാ ഹന്ത്യയെയും ഗുരുതരമായി ആക്രമിച്ചെങ്കിലും പിന്നീട് അവർക്ക് ചികിത്സയിലൂടെ ജീവൻ തിരികെ ലഭിച്ചു. എന്നാൽ വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് പിന്നീട് അവർ മരണത്തിന് കീഴടങ്ങി. ഈ കേസ് ഉൾപ്പെടെ 14 കൊലക്കേസുകളിലെ പ്രതിയായിരുന്ന റിപ്പർ ചന്ദ്രന് 13 കേസുകളിൽ ജീവപര്യന്തം തടവ് ശിക്ഷയും വാമഞ്ചൂർ കേസിൽ വധശിക്ഷയുമാണ് കോടതി വിധിച്ചത്. സുപ്രീം കോടതിയും രാഷ്ട്രപതിയും ശിക്ഷ ശരിവച്ചതിനെ തുടർന്ന് 1991 ജൂലൈ 6 കണ്ണൂർ സെൻട്രൽ ജയിലിൽ വെച്ചാണ് റിപ്പർ ചന്ദ്രന്റെ വധശിക്ഷ നടപ്പാക്കിയത്. കേരളത്തിലെ അവസാനത്തെ വധശിക്ഷയാണ് ഇത്. ബാലചന്ദ്രനെ വീട്ടിനകത്ത് പൂട്ടിയ നിലയിൽ മൃതദേഹം കണ്ടെത്തിയ സാഹചര്യത്തിൽ സ്വാഭാവിക മരണമാണ് എന്നാണ് പ്രാഥമിക നിഗമനമെങ്കിലും അസ്വാഭാവിക മരണമായി കേസ് രജിസ്റ്റർ ചെയ്ത് പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ച ശേഷമേ മരണകാരണം വ്യക്തമാകൂ. നാടിനെ ഒരിക്കൽ നടുക്കിയ കൊലക്കേസിലെ നിർണായക സാക്ഷിയായിരുന്ന വ്യക്തിയുടെ മരണത്തോടെ റിപ്പർ ചന്ദ്രൻ നടത്തിയ ക്രൂരത നാട്ടിൽ വീണ്ടും ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.